ഇപ്പോൾ നമ്മോടൊപ്പം ടി.എൻ. സീമ കൂടി ഉണ്ട്. ടി.എൻ. സീമ, ഒരു പക്ഷേ കേരള സമൂഹം മുഴുവൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധിയുടെ കാര്യമാണ്, വിശദാംശങ്ങളാണ് പുറത്തെത്തുന്നത്. ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷ ഇല്ല എന്നത്. തീർച്ചയായിട്ടും വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു വിധി തന്നെയാണ് വന്നിട്ടുള്ളത്. സൗമ്യ വധക്കേസ്, സൗമ്യ ഒരു വാസ്തവത്തിലൊരു ഒരു പ്രതീകം എന്ന നിലയിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയും അല്ല അവരുടെ ദാരുണ മരണമാണ്. കാരണം സഞ്ചരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചോളം ഈ സമൂഹത്തിൽ പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു പ്രതീകമായിട്ട് സൗമ്യ മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഒരു നീതി ലഭിക്കുക എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ആവശ്യമായിരുന്നു. അത്തരത്തിൽ സൗമ്യയുടെ അമ്മ പറഞ്ഞ അതേ വാക്കുകൾ, നെഞ്ചു പൊട്ടുന്ന തരത്തിലുള്ള ഒരു വിധി തന്നെയാണ് വന്നിരിക്കുന്നത്. നീതിന്യായ പീഠം സാങ്കേതികത്വത്തിൽ മാത്രം കുരുങ്ങിക്കിടക്കേണ്ട ഒരു സംവിധാനമല്ല. അത് സമൂഹത്തിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യത്തെ കൂടെ പരിശോധിച്ചുകൊണ്ട് ഈ സമൂഹത്തിലെ ജനസംഖ്യയിലെ പകുതിയിലധികം വരുന്ന സ്ത്രീകളുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ആ ഒരു അനുഭാവത്തോടു കൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ട കോടതി ഇത്തരത്തിലുള്ള സാങ്കേതികത്വത്തിൽ കുരുങ്ങിക്കൊണ്ട് നിലവിലുള്ള നിയമങ്ങളുടെ വ്യാഖ്യാനം പോലും ആ രീതിയിൽ അതിന് ഒരു അനുകൂലമായൊരു സ്ഥിതി ഉണ്ടാകുന്ന അതിനുപോലും പരിശ്രമിക്കാതെ ഇത്തരത്തിലൊരു വിധി പ്രഖ്യാപിച്ചത് തീർച്ചയായിട്ടും വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ശ്രീമതി ടി.എൻ. സീമ, ഈ ഘട്ടത്തിൽ ഉയരുന്ന ചില സംശയങ്ങളുണ്ട്. ഒരുപക്ഷെ നേരത്തെ പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകനായ ആളൂർ തന്നെ പീപ്പിൾ ടി.വിയിലൂടെ പറയുകയുണ്ടായി ഇത്തരത്തിലൊരു കാര്യം. അതായത് താനായിരുന്നു ഒരുപക്ഷെ മറുവശത്തെങ്കിൽ ഗോവിന്ദച്ചാമിക്ക് പരമാവധി ശിക്ഷ നൽകി കൊടുത്തേനെ, അല്ലെങ്കിൽ വാങ്ങിക്കൊടുത്തേനെ. അവിടെ നിയമപരമായ ഒരു വീഴ്ച ഉണ്ടോ? നിയമപരമായി ഇതൊക്കെ സമർത്ഥിക്കാൻ പ്രോസിക്യൂഷൻ എന്തെങ്കിലും തരത്തിൽ പരാജയം സംഭവിച്ചിട്ടുണ്ടോ? അതെങ്ങനെയാണ് ഇനി പരിശോധിക്കുക? തീർച്ചയായിട്ടും ഇതിനകത്ത് ശാസ്ത്രീയമായ തെളിവുകൾ എല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കീഴ്ക്കോടതിയിൽ വാദിച്ച സമയത്ത് അത്തരം ശാസ്ത്രീയ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തോടെയാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. അത്തരത്തിലൊരു വിധി നേടാൻ കോടതിയിൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. സുപ്രീം കോടതിയിൽ വാദിച്ച അഭിഭാഷകനും വളരെ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായിട്ടുള്ളത് വളരെ സീനിയർ ആയിട്ടുള്ള അഭിഭാഷകൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഇത്തരം ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷെ അതിനകത്ത് ഒരു കാര്യം മാത്രമാണ്, കോടതി ഈ മരണ കാരണത്തെ കുറിച്ച് നടത്തിയിട്ടുള്ള പരാമർശങ്ങളെ സംബന്ധിച്ചാണ് വാസ്തവത്തിൽ അതിലാണ്, ആ സാങ്കേതികത്തിലാണ് ഇതൊരു കൊലപാതകമല്ല എന്നുള്ള നിലയിലേക്ക് വരികയും ബലാത്സംഗത്തിന് മാത്രം ശിക്ഷ കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് പരിശോധിക്കേണ്ടതാണ്. എന്ന് മാത്രമല്ല, ഈ കേസ് ഇവിടെ അവസാനിക്കേണ്ട കേസാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇത് പോരാട്ടം തുടരുക തന്നെ വേണം. അതിന് സർക്കാർ തന്നെ മുൻകൈ എടുക്കണം എന്നുള്ള അഭിപ്രായം അത് തന്നെയാണ്. അതായത് പൊതുജനത്തിന്റെ മുഴുവൻ ചോദ്യത്തിന്റെ പ്രതിനിധീകരണം ഞാൻ താങ്കളോട് നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഒരു പക്ഷേ സൗമ്യ എന്ന സ്വസ്ഥമായി ട്രെയിനിൽ സഞ്ചരിച്ചിരുന്ന ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലൊരു വിധി ഉണ്ടാവുകയില്ലായിരുന്നു. ഗോവിന്ദച്ചാമിയുടെ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ അതൊരു പക്ഷെ ഗോവിന്ദച്ചാമി ഇടിച്ച മുറിവ് കൊണ്ട് തന്നെ മരിക്കണമെന്നില്ല. അവിടെ ഗോവിന്ദച്ചാമി തന്നെയാണ് ആ കൊലയ്ക്ക് ഉത്തരവാദി എന്ന് സമർത്ഥിക്കാൻ നിയമപരമായി എന്ത് പരിമിതിയാണുള്ളത് ശ്രീമതി ടി.എൻ. സീമ? അങ്ങനെ ഒരു പരിഭവം ജനങ്ങൾ പ്രതികരിക്കുന്നു. തീർച്ചയായിട്ടും സൗമ്യയുടെ മരണത്തിലേക്ക് സൗമ്യ സ്വയം ചാടിയതോ അല്ലെങ്കിൽ തള്ളിയിട്ടതോ ആയിക്കൊള്ളട്ടെ, ആ വീഴ്ചയിലേക്ക് പോലും നയിച്ചിട്ടുള്ളത് ഈ ബലാത്സംഗ ശ്രമം തന്നെയാണ്. അവരെ ആക്രമിക്കാൻ തുനിഞ്ഞതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ മരണം സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിനകത്ത് ഈ തള്ളിയിട്ടതാണോ സ്വയം ചാടിയതാണോ തുടങ്ങിയിട്ടുള്ള സാങ്കേതികത്വമാണ് അതിനകത്ത് സാക്ഷിമൊഴികൾ പൊരുത്തപ്പെടുന്നില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ആ ഒരു സംഭവത്തെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. 2013 പാസ്സായിട്ടുള്ള ക്രിമിനൽ ലോ അമെന്റ്മെന്റ് ആക്ട്, ആ നിയമപ്രകാരം ആണ് ഇത് കൈകാര്യം ചെയ്തിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും പ്രതിക്ക് വധശിക്ഷ തന്നെ കിട്ടും, അല്ലെങ്കിൽ കാരണം ഏറ്റവും പരമാവധി ശിക്ഷ തന്നെ കിട്ടും, അതിലൊരു സംശയവുമില്ല. പക്ഷെ നേരത്തെ നിലവിലിരുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊലപാതകം ഇതിന്റെ ഭാഗമായി നടന്നത്, അല്ലെങ്കിൽ കൊലപാതകവും ബലാത്സംഗവുമായി ബന്ധമില്ല എന്നുള്ളത് അതൊരു വളരെ അയുക്തികമായി തോന്നുന്ന ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ ഒരു സാമാന്യ യുക്തി അനുസരിച്ച് വാസ്തവത്തിൽ ആ ഒരു മരണം പോലെ റേപ്പ് ചെയ്യുന്ന സമയത്ത് സ്ത്രീ പെൺകുട്ടി മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത്തരത്തിൽ നമുക്ക് മനസ്സിലാകാവുന്ന, സാധാരണഗതിയിൽ മനസ്സിലാകാവുന്ന, ഇന്നിപ്പോ സമൂഹം മുഴുവൻ ചോദിക്കുന്നത് തന്നെയായിരിക്കും ആ ഒരു മരണ കാരണത്തിൽ